പുതിയൊരു അടുത്ത പണി വന്നിട്ടുണ്ട്. ഇവിടെ ഇനി ആരും ഇനി മുതൽ കുളിക്കേണ്ട. കുളിച്ച് കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കണം. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്നൊരു പ്രപ്പോസൽ കഴിഞ്ഞിട്ട് ഗവൺമെന്റിന്റെ പുതിയൊരു അടിപൊളി പ്രപ്പോസലാണ് ബാത്ത് ടൈം ടാക്സ്. എന്തുവാടേ ഇത്? കുളിക്കാനും ടാക്സോ? ഞങ്ങളെ മനസമാധാനത്തോടെ ഒന്ന് കുളിക്കാനും സമ്മതിക്കൂലേ? അതായത് വീടുകളിൽ സ്വിമ്മിംഗ് പൂൾ ഉള്ളവരോ അല്ലെങ്കിൽ വലിയ ഗാർഡൻ ഉള്ളവരോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുള്ളവരും ഒരുമിച്ച് ഒരുപാട് പേര് ഒരു വീട്ടിൽ താമസിക്കുന്നവരും ഒക്കെ ആണെങ്കിൽ ഇനി മുതൽ വാട്ടർ കമ്പനികൾക്ക് കൂടുതൽ പണം അല്ലെങ്കിൽ കുളിക്കരം കൊടുക്കേണ്ടി വരും. നമ്മൾ പിള്ളേരെ കുളിപ്പിക്കുന്നതിനും ചെടികൾ നനയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എക്സ്ട്രാ ബില്ല് അടയ്ക്കേണ്ടി വരും. അതിനായിട്ട് പുതിയ സ്മാർട്ട് മീറ്റർ വീടുകളിൽ വെക്കാനായിട്ടാണ് ഗവൺമെന്റ് വാട്ടർ കമ്പനികളും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെ ടാക്സ് അടച്ചാലും ഒന്ന് ജീവിച്ചു പോകാൻ പറ്റുക? ആകെ കിട്ടുന്ന ആ ഒരു സാലറിയിൽ നിന്നും അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പൈസ ഇവന്മാർ കൊണ്ടുപോകുന്നത് നോക്കി. അവന്മാരുടെ കണക്കനുസരിച്ചിട്ട് ഇപ്പോൾ UK 12% വീടുകളിൽ മാത്രമാണ് സ്മാർട്ട് മീറ്റർ ഉള്ളത്. പുതിയ പ്രപ്പോസൽ അനുസരിച്ച് പുതിയ പ്രോഗ്രസീവ് പ്രൈസിംഗ് എന്ന ഒരു സിസ്റ്റമാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വീട്ടിൽ എക്സ്ട്രാ ഉപയോഗിക്കുന്ന ഓരോ ലിറ്റർ വെള്ളത്തിനും ബാത്ത് ടൈം ടാക്സ് അടയ്ക്കാനാണ് അല്ലെങ്കിൽ അത് മേടിക്കാനാണ് ആലോചിക്കുന്നത്. സമ്മർ മാസങ്ങളിൽ അല്ലെങ്കിൽ ചൂടുള്ള സമയങ്ങളിലൊക്കെയാണ് ആൾക്കാർ കൂടുതൽ കുളിക്കുന്നതെന്നും പിള്ളേരൊക്കെ ഔട്ട്ഡോർ വെള്ളത്തിൽ കളിക്കുന്നു അല്ലെങ്കിൽ ഗാർഡൻ നനയ്ക്കുന്നതെന്നും കണ്ടിട്ടാണ് ഈ ഒരു പുതിയ പ്രപ്പോസൽ സമ്പ്രദായം കൊണ്ടുവന്നിരിക്കുന്നത്. സംഭവം കൊള്ളാല്ലേ? ഇനിയിപ്പോൾ പൈസ ലാഭിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആരും ഇനി മുതൽ കുളിക്കണ്ട.